ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി അജയനോട് പറയാം കേട്ടോ, ദേ അവളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അജയന് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നയനമോളെ കഴിഞ്ഞിട്ട് ഈ വീട്ടിലിപ്പോൾ നമുക്ക് ആർക്കും സ്ഥാനമുള്ളൂ, നിനക്കും എനിക്കും ഒക്കെ. അതൊക്കെ ഓർത്ത് നിന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ജാനകി പറയാണ്, ഇതൊക്കെ അനാമിക മോളോട് എന്ന് പറയാൻ നിൽക്കണ്ട, ആ കൊച്ചിങ്ങനെ അവളുമാർ വന്ന പോലെ ഒന്നും അല്ല ഈ വീട്ടിലോട്ട് കയറി വന്നേ എന്നൊക്കെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അജയന് നല്ല ദേഷ്യം വരുവാണ്. അജയൻ ചോദിക്കുകയാണ്, എന്താ മറ്റു രണ്ടുപേരും നടന്നല്ലേ കയറി വന്നേ, അനാമികയ്ക്ക് എന്താ പ്രത്യേകത, അവൾ പറന്നാണോ കയറി വന്നേ എന്ന് ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് നല്ല ദേഷ്യം വരുവാണ്. ജാനകി പറയുന്നുണ്ട്, അനിയോ അവളെ സ്നേഹിക്കുന്നില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ ദേഷ്യം എന്ന് പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, സ്നേഹിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു കയ്യിലിരിപ്പ് നിൻ്റെ മരുമോക്കുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അവൾ കാണിച്ചു കൂട്ടുന്നൊന്നും ഇവിടെ ആരും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ അവളുടെ നടപ്പ്. നീ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ, പക്ഷെ നിനക്കും നിൻ്റെ മരുമോക്കും ഈ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുമെന്ന് ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴേക്കും അനാമിക നേരെ അനിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അനിയായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിക്കുവാണ്. എന്നിട്ട് പറയാം, അവളെ കൂട്ടിക്കൊണ്ട് വന്നത് നീയൊക്കെ കൂടെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ, നിനക്കൊക്കെ എന്തായാലും സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നമ്മുടെ ബെഡ്റൂമിലെ കാര്യം പുറത്ത് ആർക്കും അറിയത്തില്ല, നീ ഞാനും താലി കെട്ടിയെന്നല്ല വേറെ ബന്ധമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയിക്കണ്ട. ഇനി അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നത് എല്ലാവരും അങ്ങ് പോക്കോട്ടെ എന്ന് തന്നെ വെക്കാനും സാധ്യതയുണ്ട് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. അതേ മനി പറയുന്നുണ്ട്, നീ എന്നിൻ്റെ അച്ഛനും കാണിച്ചു കൂട്ടുന്നതും എനിക്ക് പല കാര്യത്തിനും സംശയമുണ്ടെന്നൊക്കെ പറയുമ്പോഴും അനാമി ഒന്നും മിണ്ടാതെ നിൽക്കും കേട്ടോ. അത് കഴിയുമ്പോൾ അനാമി പറയുന്നുണ്ട്, നീ എന്നെപ്പറ്റി ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം, എന്നിട്ട് നിനക്ക് ആ നന്ദുവിനെ കെട്ടണം, അതെന്തായാലും ഞാൻ ഇവിടുന്ന് പോയിട്ട് സാധിക്കുന്ന ഒട്ടും നീ ഓർക്കണ്ട എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അതേസമയത്ത് ജാനകിയും ജലജയും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇത് എടുത്തുകൊണ്ട് വരും കേട്ടോ, ദേവേന ഉണ്ടാക്കിയ ഫുഡൊക്കെ. എന്നിട്ട് ജാനകിയോട് ജലജ പറയുവാണ്, കരൾ മാറ്റി വെച്ച ആൾക്കാർക്ക് ഇങ്ങനെ മാറ്റം വരുമോ, തലച്ചോറൊന്നും അല്ലല്ലോ മാറ്റി വെച്ചത്, ഇതിപ്പം മരുമോക്കോട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയെ, ഇനി ഇതിൻ്റെയും കൂടെ അഹങ്കാരം അവളുടെ ഭാഗത്തുനിന്ന് കാണേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മരുമോൾ എവിടെയും ദേവേനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് അനാമി ഓടി വന്നിട്ട് ഞാനിവിടെ ഉണ്ട് വല്യമ്മയെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ദേവേനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓ നീയാണോ എൻ്റെ മരുമോൾ, എന്തേലും ആട്ടെ മോളെ ഇരിക്കുക, മോൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റു രണ്ട് മഹാറാണിമാരെവിടെ എന്ന് ചോദിക്കും കേട്ടോ. ആ സമയത്ത് തന്നെ നവ്യ അങ്ങ് വരുവാണ്. അപ്പോഴത്തേക്കും ജലജയോട് ദേവേനി പറയുന്നുണ്ട്, എൻ്റെ മരുമോളെ പോലെയല്ല, നിൻ്റെ മരുമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഈ വീട്ടിലെ ആദ്യത്തെ അനന്തരാവകാശിയാണ്, അതുകൊണ്ട് ഇവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ നോക്കിയും കണ്ടും ചെയ്തോണം. പിന്നെ എൻ്റെ മരുമോളെ എനിക്കിപ്പോൾ പിണക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അവളെ പിണക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ജയേട്ടനും ആദർശനും ഒന്നും സഹിക്കില്ല, ആർക്കും സഹിച്ചില്ലെങ്കിലും എൻ്റെ മകൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് വിഷമിച്ച് കിടക്കുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പോയി മഹാറാണീനെ ആനയിച്ചുകൊണ്ട് വന്ന് ഫുഡ് കഴിപ്പിച്ചോളാം, അല്ലെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും അവൾ ഇവിടുന്ന് പോകുന്നതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അമ്മായി പോകണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, നീ ഫുഡ് കഴിക്കാനിരുന്നാലേ അവിടെ ഇരുന്ന് കഴിക്കാൻ നോക്ക്, ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകും കേട്ടോ. അതേ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഓ നിനക്കൊക്കെ കോൾ അടിച്ചല്ലോ, ചുമ്മാ വന്നിരുന്ന് കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നവ്യ പറയുന്നുണ്ട്, പിന്നെ നീ എന്താ കാണിക്കുന്നത്, നീ വല്ലതും ഉണ്ടാക്കിയിട്ടാണോ കഴിക്കുന്നത്, നീ ചുമ്മാ വന്നിരുന്നതിനല്ലേ കഴിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇവർ രണ്ടും അടി ഉണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ ജലജ മനസ്സിൽ ചിന്തിക്കുവാണ്, എന്തേലും ആട്ടെ, ഏതെങ്കിലും ഒരുത്തവളെങ്കിലും പുറത്തു പോകുമല്ലോ, അത്രയും സമാധാനം, അടി ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന ദേവയാനി നേരെ ചെന്ന് നയനനെ വിളിക്കുന്നതാണ്. നയനനെ വിളിക്കുമ്പോഴത്തേക്കും നയന അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഒരു മാഗസിൻ. ആ സമയത്ത് നയനോട് പറയുന്നുണ്ട്, നീ എന്താ കഴിക്കാൻ പറ്റുന്നത്, ഇനി നിന്നെ വന്ന് ആനയിച്ചുകൊണ്ട് പോയാലേ നീ കഴിക്കുള്ളൂ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം അമ്മേ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാം, എന്നിട്ട് അതിൻ്റെ പേരിൽ നിനക്ക് പിണങ്ങി അതൊക്കെ നിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അവിടെ പോയി നിൽക്കാനായിരിക്കും അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലമ്മേ, അതുമാത്രമല്ല അമ്മയ്ക്ക് ഞാൻ അവിടെ വന്നിരുന്ന് കഴിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്താൽ ഞാൻ സത്യത്തിൽ വരാത്ത എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഒരിക്കലും ഇല്ല, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല, എന്തായാലും നീ വാ, ഇല്ലെങ്കിൽ ഇനി എൻ്റെ മോൻ ഇത് കേട്ട് വിഷമിച്ച് വേദനിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ നയനെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ദേവയാനി തിരിച്ചു നിന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കറിയോ എനിക്ക് കരൾ തന്ന ആരാന്ന് ചോദിക്കുമ്പോഴേക്കും നയനെ പെട്ടെന്ന് പതറി പോവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അത് എനിക്കറിയില്ല അമ്മ, ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കണ്ടില്ല, കാണാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പം ദേവയാനി ഒന്നും അറിയാത്ത പോലെ മനസ്സിലിങ്ങനെ ചിരിച്ചിട്ട് പറയുവാണ്, നീയും കള്ളം പറയുമായിരിക്കും അല്ലേ, എന്തായാലും ഞാൻ ആ പെൺകൊച്ചിനെ ഒരു ദിവസം കണ്ടുപിടിക്കും, അതുപോലെ നല്ല മരുമക്കളാണ് ഈ വീട്ടിലോട്ട് വരേണ്ടിയിരുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നയനയ്ക്കും അത് കേൾക്കുമ്പോൾ ചെറിയ സന്തോഷമാവാണ്.
അങ്ങനെ ദേവയാനി നയനനെയും കൂട്ടി നേരെ താഴോട്ടേലുമാണ് കേട്ടോ. അതൊന്നും കാണുമ്പോൾ അനാമികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ദേവയാനി നയനോട് ചോദിക്കുന്നുണ്ട്, ഇനി ഇതിനെ പിടിച്ചെടുത്തണോ, ഇരിക്കാൻ പാടില്ലേ, ഇനി വിളമ്പി തന്നാലേ കഴിക്കുള്ളൂ എന്നൊക്കെ എല്ലാവരും ദേഷ്യത്തിൽ പറയുക കേട്ടോ. എന്നാലും മനസ്സിൽ നയന എല്ലാം വിളമ്പി കഴിക്കുന്ന കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ട്, മോക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എല്ലാ കറികളും എടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അതേ സമയത്ത് ദേവയാനി എല്ലാവരും നിൽക്കെ പറയുന്നുണ്ട്, ഇനി തൊട്ട് ഈ വീട്ടിലെ കുക്കിംഗ് ഞാനായിരിക്കും മേൽനോട്ടം, എന്നെ സഹായിക്കാൻ ജലജയും ജാനകിയും ഉണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജലജ പറയുവാണ്, അതിന് നമ്മളെന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇവളുമാർക്ക് പിന്നെ എന്നാ പരിപാടി, ഈ നയന എന്ന് പറയുന്നവൾ ഇവിടുത്തെ വേലക്കാരിയായിട്ട് മാത്രമേ അടുക്കളക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അവൾ ചെയ്യട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ അമ്മേനെ അടുക്കള സഹായിച്ചോളാം എന്ന് പറയും കേട്ടോ. അത് കേൾക്കാൻ ദേവേനെ പറയുന്നുണ്ട്, നീ എന്നെ അടുക്കള സഹായിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ പോലെ ഇവർ രണ്ടും എന്നെ സഹായിച്ചോളും, നീ എന്നെ സഹായിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നയനെ പറഞ്ഞ ദേവേനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് നവി ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അടുക്കളയിൽ കയറുന്ന കുഴപ്പമൊന്നുമില്ല, ഞാൻ അടുക്കളയിൽ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല, നയനെയാണ് വീട്ടിലെല്ലാം അമ്മയുടെ കയ്യിൽ നിന്ന് നോക്കി കണ്ടുപിടിച്ച് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്, എനിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ദേവേനെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അവർക്ക് വേണ്ടത് ഉണ്ടാക്കി കഴിക്കാൻ പഠിച്ചിരിക്കണം, എങ്കിലേ സ്വയം പര്യാപ്തതയോടെ നിൽക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ ആരെ കാലും കൈയും പിടിക്കാൻ പോകണ്ടല്ലോ മോളെ എന്നൊക്കെ അനാമികനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും കേട്ടോ. പക്ഷേ മനസ്സിൽ ഇനി നയനെ പണിയെടുപ്പിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. ആ സമയത്ത് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അത് നേരാ, ഞങ്ങളൊക്കെ അടുക്കളയിൽ കയറുന്നുണ്ടെങ്കിൽ അമ്മയുടെ മോക്കും അടുക്കളയിൽ കയറുന്നതിന് ഒരു കുഴപ്പമില്ല, എല്ലാവരും കയറുന്നുണ്ടെങ്കിൽ ഞാനും കയറും നയനയും കയറും എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ജലജീതലം കേട്ടിരിക്കുക, പിന്നെ ഇവളെന്തിനാണ് ഇവിടെ നിൽക്കുന്ന നയന എന്ന് പറയുന്നുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. നയന പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലേ, ഞാൻ പൊയ്ക്കോളം തിരിച്ച് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ദേവേനിക്ക് പെട്ടെന്നൊരു ഞെട്ടലാവുകയാണ്. ദേവേനെ ഇപ്പോൾ പറയുന്നുണ്ട്, ഓ ഇനി നീ പോയിട്ട് വേണം, നിന്നെ പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ നേരെ തിരിയാൻ, അതിൻ്റെ പദ്ധതിയായിരിക്കും നിനക്ക് എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ലമ്മേ എന്ന് പറയുമ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട്, കൂടുതലൊന്നും സംസാരിക്കണ്ട, ഇരുന്ന് കഴിക്കാൻ നോക്കും, ഈ ഭക്ഷണത്തിന് മുമ്പിലിരുന്നല്ല അതുപോലത്തെ തർക്കങ്ങൾ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നയന എല്ലാം ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നയന ഇങ്ങനെ കയറിപ്പോയി കഴിയുമ്പം ആദർശ് വിളിക്കുവാണ് കേട്ടോ നയനെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി അമ്മ നിന്നോട് മിണ്ടുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന നടന്ന കാര്യമൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആദർശന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോഴും നയന പറയുന്നുണ്ട്, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ആദർശേട്ടനെ അച്ഛനെയൊക്കെ ഓർത്ത് മാത്രമാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും മാറ്റമുണ്ടല്ലോ, നീ അമ്മ നിർബന്ധിക്കാതെ അടുക്കളയിലൊന്നും ചെന്ന് കയറണ്ട, അമ്മയുടെ സ്വഭാവത്തിനനുസരിച്ച് നിന്നാൽ മതി, അല്ലെങ്കിൽ ഇനി കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാതെ ഇപ്പോൾ ഈ പോകുന്ന രീതിക്കെങ്കിലും അങ്ങ് പോയാൽ മതി എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നയന പറയാം, ഇല്ല ആദർശേട്ടാ, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയല്ല, അമ്മ ഇപ്പം എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും സ്നേഹിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നപ്പോൾ തന്നെ എനിക്കൊരുപാട് സന്തോഷമാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കിയത് എല്ലാം നല്ലതായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറേ ചോറ് കൂടുതൽ കഴിച്ചു എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് ഈ മാറ്റമുള്ള സ്ഥിതിക്ക് ഡോക്ടറെ ഒന്ന് കാണാം, നമ്മുടെ ഭാവിയെപ്പറ്റി ഒരു തീരുമാനം എടുക്കണമല്ലോ എന്ന് പറയുമ്പോൾ നയന ചോദിക്കുമോ, എന്ത് തീരുമാനം, കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ലേ കുഞ്ഞുങ്ങളില്ലാത്ത, അതുകൊണ്ട് എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ആവണമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്കാകെ നാണം വരുവാണ്. നയന പറയുന്നുണ്ട്, ഫോൺ വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ വരാൻ നോക്കുക, നമുക്ക് ബാക്കിയല്ല ഇവിടെ വരുമ്പോൾ ചിന്തിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന നയനേനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും